കാര്യങ്കോട് പുഴയുടെ തീരങ്ങളെ ബന്ധിച്ച് ചെറുപുഴ പഞ്ചായത്തിൽ വിനോദസഞ്ചാര സൗകര്യം ഒരുക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കാൻ മേജർ ഇറിഗേഷൻ വകുപ്പ് സംഘം ചെറുപുഴയിൽ സന്ദർശനം നടത്തി. ഈ സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ തന്നെ 8 കോടി രൂപ പുഴ കേന്ദ്രീകരിച്ച് നടക്കുന്ന പദ്ധതികൾക്കായി വകയിരുത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഉദ്യോഗസ്ഥ സംഘം പരിശോധനയ്ക്ക് എത്തിയത്. ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾക്ക് ഇത് വഴിതെളിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ചെറുപുഴ പഞ്ചായത്തിൽ വരുന്ന ഭാഗം അതിൽ എക്സിസ്റ്റിംഗ് ഒരു പാർക്കും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ബാക്കി ഉള്ള ഭാഗം കെട്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പ്രപ്പോസൽ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ 100 രൂപ ടോക്കൺ പ്രൊവിഷൻ വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ 3 കോടിക്കാണ് ഏകദേശം എസ്റ്റിമേറ്റ് കണക്കാക്കുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അതിന് ഇൻവെസ്റ്റിഗേഷനോ ബാക്കി കാര്യങ്ങളോ അറിഞ്ഞിട്ട് വേണം നമുക്ക് എത്ര രൂപ വരുമെന്നുള്ളത് പറയാനായിട്ട്. അപ്പോൾ നിലവിലുള്ള പുഴപ്പുറമ്പോക്ക് ഉൾപ്പെടെ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലും വേറെ നിയമങ്ങളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ മനസ്സിലാക്കിയത്, പുഴയിൽ ധാരാളമായിട്ട് വേസ്റ്റും മറ്റും അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും മാറ്റേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ആയത് ഈ പദ്ധതിയോടെ ചേർന്ന് ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിൽ നമ്മൾ അതും കൂടെ നോക്കുന്നതാണ്. സാർ, ഈ മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുമ്പോൾ ഈ ചെറുപുഴ പഞ്ചായത്തിന്റെ ഈ പ്രദേശത്ത് മാത്രമാണ് പുഴ കെട്ടി സംരക്ഷിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ കെട്ടുമ്പോൾ മറുവശത്തേക്ക് കരയിടിച്ചിട്ടുണ്ടാവുമല്ലോ. നമുക്കിപ്പോൾ പെറ്റീഷൻ വന്നിരിക്കുന്നത് ഈ ഭാഗത്തെയാണ് പെറ്റീഷൻ വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ ബഡ്ജറ്റും പറഞ്ഞിരിക്കുന്നത് ചെറുപുഴ പഞ്ചായത്തിൻ്റെ ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്താണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതേസമയം അപ്പുറത്തെ ആൾക്കാർ, അത് കാസർഗോഡ് ജില്ലയാണ്, അവിടെ വേറെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ വേറെ വിങ് ഉണ്ട്. അവരാണ് ടേക്കപ്പ് ചെയ്യേണ്ടത്. ഇനി അതല്ല, നമുക്കിപ്പം ഫണ്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് ചെയ്യാനായിട്ട് മുതിരുന്നതാണ്. അതിന് വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ 2 പ്രൊജക്റ്റാണ്. ഇതിപ്പം പാർക്ക് വരുന്നത് മറ്റൊരു പ്രൊജക്റ്റാണല്ലോ. പാർക്ക് വേറെ പ്രൊജക്റ്റാണ്. നമ്മൾ ഇപ്പോൾ പുഴ സംരക്ഷണം മാത്രമാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മേജർ ഇറിഗേഷൻ ഏറ്റെടുത്ത് നടപ്പാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഈ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയാൽ പെട്ടെന്ന് തന്നെ എസ്റ്റിമേറ്റിനോടൊപ്പം നമുക്ക് ഇതിൻ്റെ മണ്ണ് പരിശോധന നടത്തേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് നോക്കണം. അതിനനുസരിച്ചാണ് എസ്റ്റിമേറ്റിൻ്റെ ബാക്കി. അത് മണ്ണ് പരിശോധന കഴിഞ്ഞ് അത് കൊടുത്ത് ഡിസൈൻ വന്നാലാണ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ആവുന്നത്. എസ്റ്റിമേറ്റ് പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ പിന്നീട് ബഡ്ജറ്റിനകത്ത് അതിൻ്റെ ടോക്കൺ പ്രൊവിഷൻ മാറ്റിയിട്ട് ഒറിജിനൽ പ്രൊവിഷൻ കൊണ്ടുവന്നിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതെന്തെങ്കിലും ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, സ്ഥിരം സമിതി ചെയർമാൻ ലീന വില്യംസ്, ലളിത ബാബു, KD പ്രവീൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചത്. ചെറുപുഴ ടൗണിനോട് ചേർന്ന് ചെക്ക് ഡാമും കമ്പിപ്പാലവും പുഴപ്പുറമ്പോക്കും ഉൾപ്പെടുത്തി സാഹസിക പാർക്കും പഞ്ചായത്തിലെ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ടൂർ പാക്കേജും ഉൾപ്പെടുത്തിയുള്ള വിപുല പദ്ധതികളെക്കുറിച്ച് പഞ്ചായത്ത് ആലോചിച്ചു വരികയാണ്. വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം. ലോകോത്തര കമ്പനികളുടെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LED TVകൾ, ഹോം തിയേറ്റേഴ്സ്, മിക്സർ ഗ്രൈൻഡേഴ്സ്, OTG ഓവനുകൾ, ഗ്യാസ് സ്റ്റവ്, ഫാൻ, അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ. വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ, മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം.